വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് ട്രാക്ക് മാറിയെത്തിയ ലോറി വന്നിടിക്കുകയായിരുന്നു എന്ന് കാർ ഡ്രൈവർ അനീഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ഇടതുവശത്തേക്ക് വെട്ടിക്കുകയായിരുന്നു. ഷൈനിന്റെ അച്ഛൻ ചാക്കോ പിറകിലത്തിലെ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല എന്നും അനീഷ് പറഞ്ഞു. ഇന്ന് രാവിലെ 6:30 റായിക്കോട്ട ഹൈവേയിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ CP ചാക്കോയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അമ്മയ്ക്കും സഹോദരനും ഷൈനും പരിക്കേറ്റു. ഡ്രൈവർ കൂടെയുണ്ടായിരുന്നു. അതേപോലെ നമ്മോടൊപ്പം ചേരുകയാണ് അനീഷ്. അല്ലേ, എന്താ ശരിക്കും സംഭവിച്ചത്? എന്താണ്? ഞങ്ങൾ ബാംഗ്ലൂർ പോകണമായിരുന്നു. ചേട്ടന് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശിരൂർ എന്ന് പറഞ്ഞ ഹൈവേ, അത് ഡബിൾ ട്രാക്കാണ്. എനിക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊരു സ്പോട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകാം. എനിക്ക് ലോങ്ങിൽ റൈറ്റ് സൈഡ് ഒരു ലോറി പോകുന്നത് കാണാം. ഞാൻ ട്രാവൽ ചെയ്ത് ആ ലോറിയുടെ അടുത്തെത്തി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോറി റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയാണ്, 6 മണിയാണ്, ഹൈവേ ആണ്. എൻ്റെ വണ്ടി ഒരു 60-80 സ്പീഡ് ഉണ്ടായിരുന്നു. ആ സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലോറിയുടെ ബാക്കിൽ പോയി ഇടിച്ചു. സെൻസർ ഉള്ള കാരണം അതിൻ്റെ സ്റ്റിയറിങ് സ്റ്റക്കായി. അപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ടയർ പൊട്ടിയിട്ട് വണ്ടി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു. ബലം പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു. ആ ടയർ പൊട്ടി ആ ഉരച്ചിൽ തന്നെ ഉരഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് വണ്ടി മാറിക്കിടക്കണം. അവിടെ സ്പോട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിൽ ഡാഡി ഉറക്കുമായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു ആഘാതത്തിൽ വന്ന് എൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചതിൽ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വഴി കൂടി പോകുന്ന ഒരാളുടെ വണ്ടി പിടിച്ച് ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഒരു മൂളലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഡാഡി പോയി. ഈ ലോറിയും ഡ്രൈവറും ഇപ്പോൾ ഈ പാലക്കോട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. കർണാടക രജിസ്ട്രേഷൻ ലോറിയുടെ പുറകിലാണ് ഈ വാഹനം ഇടിച്ചത്. ഇടത് വശത്താണ് കാറ് വന്ന് ഇടിച്ചത്. ഈ ഭാഗത്ത് കാറ് വന്ന് ഇടിക്കുന്നു. ഇതിനുശേഷം കാറ് ഇതേ ദിശയിൽ തന്നെ വലതുവശത്തേക്ക് മാറി പോവുകയാണ്. അതായത് നമ്മൾ ആദ്യം ആ ചിത്രം കാണുമ്പോൾ ഡിവൈഡറിൽ തട്ടി കാറ് മറിഞ്ഞതാണോ എന്നുള്ള സംശയമൊക്കെ തോന്നുന്ന രീതിയിൽ വലത് വശത്ത് ഡിവൈഡറിനോട് ചേർന്നായിരുന്നു കാറ് കിടന്നിരുന്നത്. ഏതായാലും വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരുന്നതാണ് അനീഷിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ KB ശ്രീധരൻ തത്സമയം ചേരുകയാണ്. ശ്രീധരൻ, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സ്ഥിരമായി ഇവർ യാത്ര ചെയ്യാറുള്ള റോഡ് കൂടിയാണ്. അപകടം ഉണ്ടായതിനെ പറ്റി ഡ്രൈവർ പറയുകയും ചെയ്തു. സ്ഥിരമായി അപകടം സംഭവിക്കുന്ന ഒരു പാതയാണോ ഇത്? എന്താണ് ഇപ്പോൾ ശ്രീധരൻ അങ്ങോട്ടേക്കുള്ള വഴിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നൽകാനാവുന്ന വിവരങ്ങൾ? അക്ഷയത, ഈ കാണുന്ന ഭാഗത്താണ് ഷൈൻ ടോം ചാക്കോയുടെ വാഹനം ഇടിക്കുന്നത് അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നത്. ഈ റോഡിൽ വെച്ചാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിൻ്റെ ഇടത് വശത്തു കൂടെയായിരുന്നു ഷൈൻ്റെ വാഹനം പോയിരുന്നത്. വലതുവശത്തു കൂടെ ലോറിയും പോകുന്നു. ഇവിടെ ചെന്ന് കയറുന്നത് ഒരു പാലത്തിന് സമീപത്തേക്കാണ്. ഇവിടെ വെച്ച് ലോറി പെട്ടെന്ന് വലതുവശത്തു കൂടെ പോയിരുന്ന ലോറി പെട്ടെന്ന് ഇടത്തോട്ട് വെട്ടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതാ ഈ കാണുന്ന സ്പോട്ടിലാണ്, ഇപ്പോൾ എനിക്ക് തൊട്ട് മുന്നിൽ കാണുന്ന ഈ സ്പോട്ടിലാണ് ഈ വാഹനം ഇടിച്ചത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. വാഹനം ഏതാണ്ട് കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ വലിച്ച് പോകുന്ന രീതിയിലൊക്കെ ഉണ്ടായി. ഏതായാലും വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് അനീഷിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ റോഡ് എന്നുള്ളത് റായിക്കോട്ട ഹൈവേ ആണ്. ഇപ്പോൾ കൂടുതൽ മലയാളികൾ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റോഡിലെ തിരക്ക് അല്പം കുറവുള്ള ഒരു ഭാഗമാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ സേലം ബാംഗ്ലൂർ റൂട്ടിലെ ബ്ലോക്ക് ഒഴിവാകും. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഈ റോഡാണ് ഗതാഗതത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ രാവിലെ 6:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പക്ഷേ വലിയ തോതിൽ വാഹനങ്ങൾ ആ സമയത്ത് റോഡിൽ ഉണ്ടായിരുന്നുമില്ല. പക്ഷേ അങ്ങനെ വരുന്ന വഴിയിലാണിത്. അപ്പോൾ ഈ ലോറി പോകുന്നുണ്ടല്ലേ, ലോറി വളരെ പതുക്കിയാണ്. ഒരു ചെറിയ കയറ്റം ഈ ഭാഗത്തോട്ട് ലോറി വളരെ പതുക്കിയാണ് പോകുന്നത്. ഷൈൻ്റെ വാഹനം ഇടതുവശത്തു കൂടെയും വരുന്നു. പെട്ടെന്ന് ആ പോകുന്ന ലോറി പോലെ പോയിരുന്ന ലോറി ഇടതുവശത്തേക്ക് വെട്ടിക്കുകയായിരുന്നു. അങ്ങനെ വെട്ടിച്ചാണ് ഈ അപകടം, ഈ ഷൈൻ്റെ വാഹനം ഇതിന് പുറകിൽ വന്ന് ഇടിക്കുന്നത്. വലിയൊരു അപകടം തന്നെ ഉണ്ടായി. അതിൽ ഷൈൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു.
ഷൈനും അതുപോലെ തന്നെ സഹോദരനും അമ്മയ്ക്കും പരിക്ക് പറ്റി. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളില്ല. ഷൈന് പക്ഷേ ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ അവിടുത്തെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ തന്നെ ഇവർ തുടരുന്നുണ്ട്. ഷൈന്റെ പിതാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അപകടം നടന്ന സ്ഥലത്ത് നിന്നുള്ള തത്സമയം ഇവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.